ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് കൊച്ചി KMCN ലാബ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രെയിൻ ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ ബസ്സിന് പോകാന്ന് വെച്ചു. 12:45 ബസ്. എന്റെ കൂടെ ദിയുണ്ട്. ദിയെ ഞാൻ പരിചയപ്പെടുന്നത് എന്റെ കഴിഞ്ഞ കൊച്ചി യാത്രയിൽ വെച്ചിട്ടാണ് കേട്ടോ. അവളെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയായി കൊച്ചിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ കൂടെ ഒരാളുള്ളത് ഒരു ധൈര്യമാണല്ലോ. 5:45 തന്നെ ഞങ്ങൾ എറണാകുളം സ്റ്റാൻഡിലെത്തി. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം സമയം ഒരുപാട് ഞങ്ങളെ മുന്നിലുണ്ട്. അവിടെ ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്തോരം കൊതുകുകളാ. കൊതുകടിച്ചിട്ട് ഒരു രക്ഷയും ഉണ്ടായില്ല. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു കോളേജ് തുറന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഈ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കോളേജിലേക്ക് ഓട്ടോ കയറി. അങ്ങനെ നമ്മൾ ഇതാ കോളേജിൽ എത്തിയിട്ടുണ്ട്. SS തേവരയാട്ടോ നമ്മുടെ സ്റ്റഡി സെന്റർ. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് വേഗം കോളേജ് ക്യാൻറ്റീനിൽ കയറി അപ്പവും മുട്ടക്കറിയും പുട്ടും കഴിച്ചു. പിന്നെ ഞങ്ങൾ കോളേജിലേക്ക് നടക്കുകയാണ്. എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല, കാരണം ഒരുപാട് സമയം ഇനിയും ഉണ്ട്. ക്ലാസ് തുടങ്ങുക 9 മണിക്കാണ്. പിന്നെ ഞങ്ങൾ ഇതാ കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പിന്നെ ബാക്കിലൊരു കായലുണ്ട്, അവിടേക്ക് പോയി. അങ്ങനെ നമ്മൾ ഈ കായലിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. എന്തോ ഒരു പോസിറ്റിവിറ്റി ഇവിടുന്ന് ഇങ്ങനെ കിട്ടുക. ഭയങ്കര ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഭയങ്കര ആ ഒരു ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇരുന്ന് ആ ഒരു ഓളങ്ങളും അതിൻ്റെ സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലാബ് ഓപ്പണായി ലാബിലേക്ക് കയറി. 1:30 ലാബ് കഴിഞ്ഞതാ ലാബിൻ്റെ അറ്റൻഡൻസ് സൈൻ ചെയ്തു. പിന്നെ ഈ കടയിൽ കയറി ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ച് തിരിച്ച് ഞങ്ങൾ എറണാകുളം സ്റ്റാൻഡിലേക്ക് പോകാട്ടോ. 4 മണിക്കാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എത്തിയതും 4 മണിക്ക് ബസ് വന്ന് ബസ് കയറിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. രാവിലത്തെ ഉറക്കക്ഷീണം അങ്ങ് തീർക്കാന്ന് വെച്ചു. ചെറിയൊരു മയക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ സമയം 6:15. പക്ഷേ ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട്. തൃശ്ശൂരൊക്കെ ഫുൾ ഡെക്കറേറ്റ്, LED വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ്. പള്ളിയിലൊക്കെ ഫുൾ പരിപാടി, പടക്കം പൊട്ടിക്കൽ, നല്ല രസമുണ്ട് കാണാൻ. എന്ത് പരിപാടിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ നിന്നുള്ള ഉറക്കവും ബ്ലോക്കും ഒക്കെ ആയി ഞാൻ വീട്ടിലെത്തുമ്പോൾ 11:45. ബസ് ഇറങ്ങിയപ്പോൾ പിതാജി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.